ഇന്നത്തെ ദിവസം അല്ലേ, നമുക്ക് തൊഴിലിനെയൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്. നമുക്ക് ഈ കൈരേഖ എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒത്തിരി തിയറീസ് ഉണ്ട് ഇങ്ങനെ എവല്യൂഷനകത്തൊക്കെ. അതിൽ പൊതുവെ പറയുന്ന ഇതിങ്ങനെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി, പണിയായുധങ്ങൾക്ക് എടുക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൈരേഖ ഉണ്ടായെന്നാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, നമ്മുടെ ഭാവിയൊക്കെ ഇങ്ങനെ കൈരേഖ നോക്കി പറയാമെന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത് ഈ മനുഷ്യൻ്റെ തന്നെ ഭാവി കൈരേഖയിലാണ്. ഇങ്ങനെ മനുഷ്യൻ രൂപപ്പെടുത്തിയ ഭൂമിയായത്. നമുക്ക് അധികം ഉദാഹരണമൊന്നും അല്ലേ തപ്പിപ്പോകേണ്ട കാര്യമില്ല. എങ്ങനെയാണ് വിശ്വൻ ചേട്ടനൊക്കെ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ നനച്ചു തുടങ്ങിയതും. ഇനിയിപ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമില്ലാത്ത വിധത്തിൽ അതിങ്ങനെ ഋതുക്കൾ തന്നെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ നർച്ചർ എന്ന് പറയുന്നൊരു സംഭവം ഈ ഹ്യൂമൻ ഹാൻഡ്സാണ്. ഇതിനൊക്കെ ഭംഗിയുള്ള ഒരു കാര്യം വേറെ ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്, മനുഷ്യൻ്റെ കരങ്ങൾ. എനിക്ക് തോന്നുന്നു ചുള്ളിക്കാടിൻ്റെ കവിതയൊക്കെ ഉണ്ട് ഇങ്ങനെ മനുഷ്യൻ്റെ കരങ്ങളെന്നും പറഞ്ഞുകൊണ്ട്, കുറച്ച് ലെങ്തി ആയിട്ട്. ആദ്യത്തെ തൊഴിൽ എന്താണെന്നറിയാവോ? വെറുതെ പൊതുവെ വിചാരിക്കുന്നത് മിഡ്വൈഫറിയാണ്. ഇങ്ങനെ കൃഷിയെക്കാളും ലോഹപ്പണിയേക്കാളും കൂടുതലായിട്ട് മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ തൊഴിൽ അമ്മയുടെ ഈറ്റുനോവിൽ ഒരു പുരുഷനോ സ്ത്രീയോ സഹായിക്കുക എന്നുള്ള. അപ്പം അവിടം തൊട്ട് ഇങ്ങനെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നതും ഹ്യൂമൻ നിലനിൽപ്പെന്നൊക്കെ പറയുന്നതും വെറുതെ മനുഷ്യൻ്റെ കരങ്ങളിലാണ്. നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇത്തിരി നേരം സമാധാനത്തിലേക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സുരക്ഷിതത്വം ഭൗതിക പരിസരം ഉണ്ടായെങ്കിൽ അത് വെറുതെ പേരൻസിൻ്റെയൊക്കെ ഹാർഡ് വർക്കാന്നുള്ളതിനെ കുറിച്ച് തർക്കമൊന്നുമില്ല അല്ലേ. രണ്ടുപേരും കവിത അത്രയും അധികം എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഒരു സ്നേഹിതൻ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ എന്നുള്ള, എനിക്ക് പെട്ടെന്ന് പേര് വിട്ടുപോയി. എത്ര വെയിൽ കൊണ്ടതാണ് എൻ്റെ തണൽ. മനുഷ്യൻ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച എല്ലാ തണലും ആരോ കൊണ്ട വെയിലാണ്. അധികം അതിനകത്ത് ഇങ്ങനെ നെഗറ്റീവ്സിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. വെറുതെ അല്ലേ, എങ്ങനെയാണോ നമ്മുടെ ലോകത്തെയും ഈ വലിയ ലോകത്തെയൊക്കെ മെച്ചപ്പെടുത്തിയ കാര്യങ്ങളെ വെറുതെ ഓർക്കാം. കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരാളിങ്ങനെ ജോലിക്ക് പോകാനായിട്ട് അയാളുടെ സൈക്കിളൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട് ശരിപ്പെടുത്തുമ്പോൾ അടുക്കളയിൽ ഒരു സ്ത്രീ ഓൾറെഡി ഇങ്ങനെ അയാൾക്കുള്ള പൊതിച്ചോറ് കിട്ടുന്നുണ്ടാവും. അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എഡിഷൻസിന് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ബേസിക്കലി അത് തന്നെയാണ്. പുരുഷൻ്റെ സ്ത്രീയുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ. കുറച്ചുകൂടി ഇങ്ങനെ ഒരു കൂലിപ്പണിക്കൊരു റെസ്പെക്റ്റ് കൊടുത്താൽ നല്ലതായിരിക്കും. വിശേഷം ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുന്നത് കൂലിപ്പണിക്കാരൻ്റെ മതമാണ്. ഒരു മരയാശാരിയും കുറേ മുക്കുവരും കൂടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയൊരു ധർമ്മമാണ്. എവിടെയും ചിലപ്പോൾ അവരാ ഇങ്ങനെ ചിലപ്പോൾ വിസ്മരിക്കപ്പെടുന്ന. ഞാൻ ഈ ഫ്ലാറ്റിലൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് നിൽക്കുന്ന മനുഷ്യർ ഇങ്ങനെ ഒരു ശീലം കണക്ക് അവർക്കിങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിവാദ്യം കൊടുക്കുമ്പോൾ അത്രയും ശ്രദ്ധിക്കാതെയൊക്കെ പോകുന്ന മനുഷ്യരെ ഇങ്ങനെ പൊതുവായിട്ട് കാണുന്നുണ്ട്. ചുറ്റിനുമുള്ള ഇങ്ങനെ ചെറിയ ജോലിയിൽ ഏർപ്പെടുന്ന മനുഷ്യരോട് അത്രയും ശ്രദ്ധ കൊടുക്കാതെയൊക്കെ പോകുന്ന ഒരു ഒരു ചെറിയ കാര്യമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കറക്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. വാഹനമൊക്കെ ഓടിച്ചിരുന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ വാഹനം ഓടിച്ച് ഡ്രൈവറോട് നാളെ കാണാമെന്നോ അല്ലെങ്കിൽ എന്ന് വരുമെന്ന് പോലും പറയാതെയൊക്കെ ഇങ്ങനെ മനുഷ്യരുടെ സൂട്ട് കേസ് എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നു. അവിടുത്തെ കുറച്ചുകൂടി അവനവൻ്റെ പരിസരത്തിൽ ഈ കൂലിപ്പണി ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കുറച്ച് കൂലിപ്പണിയിൽ ഏർപ്പെട്ടാലും നല്ലതായിരിക്കും. മാനുവൽ ലേബർ, അതിന് പകരം വെക്കാനായിട്ടൊന്നുമില്ല. വീടിനകത്തൊക്കെ ആണെങ്കിലും കുറച്ചൊരു ഡിഷ് വാഷിന് സഹായിക്കുകയോ ഇങ്ങനെ അടുക്കളപ്പണിയിൽ സഹായിക്കുകയോ ഒക്കെ ചെയ്തിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദശാംശമെങ്കിലും വീട്ടാൻ പറ്റിയാൽ നല്ലതായിരിക്കും.
യേശു പറഞ്ഞിട്ടുള്ള കഥകൾക്ക് അതൊരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ ജോലിയുടെ കഥയാണ്. ഒരാളിങ്ങനെ തെരുവിൽ ചെല്ലുമ്പോൾ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ കാണുന്നു. അയാളെ തൻ്റെ തോട്ടത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇറ്റ് ഓൾ ബിഗാൻ അറ്റ് 6 AM. 1 മണിക്കൂർ എന്ന് പറയുന്നത് അവർക്ക് നമ്മുടെ 6 മണി സമയമാണ്. ഓരോ മണിക്കൂറിൻ്റെ ഇടവേളയിൽ ഇയാളിങ്ങനെ തെരുവിൽ വരുമ്പോൾ അപ്പോഴും പണിക്കാർ നിൽപ്പുണ്ട്. വൈകുന്നേരം 5 മണിക്ക് വരുമ്പോഴും പണിക്കാരുണ്ട്. അപ്പം നമ്മളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ മനുഷ്യൻ ആ പണിക്കാരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല? അപ്പോൾ അവർ പറയുന്നൊരു ഉത്തരവുണ്ട്, ആരാ ഞങ്ങൾക്ക് ജോലി തരുന്നത്? ഈ കഥ പറയുന്നത് കാലഘട്ടന അനുസരിച്ചിട്ട് അല്ലെ, ഈ നൂറ്റാണ്ടിൻ്റെ ഈ പറഞ്ഞ 2 മില്യനത്തിൻ്റെ ആദ്യ കാലത്തായിരിക്കണം. ആ കഥയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടല്ലേ? ആരാ ഞങ്ങൾ ജോലിക്ക് വിളിക്കുന്നത്? ഞാൻ വിചാരിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഭവം അവനെ ജോലിക്ക് സഹായിക്കുക എന്നുള്ള, ജോലി കണ്ടെത്താൻ സഹായിക്കുകയോ, ചിലപ്പോൾ അത്രയും ആവശ്യമില്ലെങ്കിൽ പോലും ഒരു ജോലിയിൽ പങ്കാളിയാക്കുക എന്നുള്ളതൊക്കെയാണ്. എനിക്കിത് പിടുത്തം കിട്ടിയത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. പറയുമ്പോൾ എനിക്കത് ഒരു ഹൈപ്പ് വരുമെന്ന് തോന്നുന്നതുകൊണ്ട് ഞാനിത് പറയാം. ഇത്തിരി കാലം കൂലിപ്പണി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു സ്കില്ലും ഇല്ല, ഒരു പണി അറിയത്തില്ല. ഒരു മൈക്കാട്ട് പണി എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് മാത്രമേ പറ്റത്തുള്ളൂ. ഹെൽപ്പർ ആകാനേ പറ്റത്തില്ല എവിടെയാണെങ്കിലും. അപ്പം ആ സമയത്ത് പൂത്തുറ എന്ന് പറഞ്ഞൊരു കടപ്പുറമാണ്. ഈ സ്കില്ലില്ലാതെ നമുക്ക് നേരെ ചെന്ന് കിട്ടാവുന്നൊരു പണിയെന്ന് പറയുന്നത് ഈ കമ്പ വലിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം പൂർണ്ണമായിട്ടില്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു മത്സ്യബന്ധന രീതിയാണ്. പിന്നെ വലിയ വഞ്ചിക്കകത്ത് വല കൊണ്ടുപോയി കടലിലിടും, എന്നിട്ട് 2 വടങ്ങളിലായിട്ട് അതിങ്ങനെ വലിച്ച് അടുപ്പിക്കുന്ന സാമാന്യം ക്ലേശമുള്ളൊരു പരിപാടി തന്നെയാണ്. ആ പണിയുടെ പ്രത്യേകത ചെന്നാൽ ആരോടും ചോദിക്കണ്ട, നമ്മൾ നേരെ ചെന്ന് ഈ വടത്തിൽ പിടിച്ചാൽ മതി. നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് അവർക്കില്ല. കുറച്ച് ഈ പരിപാടി അറിയാത്തതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുമാണ്, കാലച്ചവിട്ടിയും ഒക്കെ ആയിട്ട്. പക്ഷെ ഒരാളെ പോലും തടസ്സപ്പെടുത്തില്ല, കാരണം ഒരാൾ ജോലിക്ക് വന്നിരിക്കുക. ഇതിന് വേറെയും പ്രശ്നമുണ്ട്. ഇതിനൊരു ഷെയറൊക്കെ ഉണ്ട് മീൻ കിട്ടിക്കഴിയുമ്പോഴൊക്കെ. അപ്പം അതിന് വഞ്ചിക്കൊരു ഷെയർ, വലക്കൊരു ഷെയർ, പിന്നെ അതിനകത്ത് തന്നെ ഒരു മൂപ്പനായിട്ടൊരു മനുഷ്യന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഷെയർ, പിന്നെ റെഗുലറായി ജോലിക്ക് വരുന്നവർ, പിന്നെ വരുന്ന എല്ലാവർക്കും ഓരോ ഷെയറുണ്ട്. എന്നുവെച്ചെന്നാൽ ഓൾറെഡി ബുദ്ധിമുട്ടും കാര്യമായ വരുമാനമില്ലാത്തൊരു തൊഴിലിൽ അതിൻ്റെ ഒരു സാധ്യത പിന്നെയും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെല്ലുന്നു. കുട്ടികളൊക്കെ ചെന്ന് പിടിക്കും. ഇത്രയും കരുണ ഞാൻ ലോകത്ത് വേറെ കണ്ടിട്ടില്ല. ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്നിട്ട് ആദ്യത്തെ കൂലി ഓർക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു വെള്ളച്ചൂരയാണ്, കൈൻഡാണ്. നമുക്കതുകൊണ്ട് ഈ വിൽക്കുന്ന അമ്മമാർക്ക് കൊടുത്താൽ അവർ കാശ് തരും, അല്ലെങ്കിൽ അത് പാർത്തുകൊണ്ടിരുന്ന് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം. പാർത്തുകൊണ്ടിരുന്ന് വീട്ടിൽ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ അവിടെ ഒരു അമ്മയുണ്ട്, അമ്മ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഓൾറെഡി വീടിനകത്ത് മീനൊക്കെ വെച്ചിട്ടുണ്ട്, കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ശമ്പളമാണ്, അതുകൊണ്ട് അതുകൂടി കറി വെച്ചു. പിന്നെ രാവിലെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പൊള്ളിച്ചൊക്കെ വരും. അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഇങ്ങനെ ഇട്ട് തരുന്ന രീതിയൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇത് നോട്ട് വർത്ത് മെൻഷനിങ്. നമ്മളൊരു 3-4 മാസം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന പറയുന്നൊരു കാര്യം പറയാൻ വേണ്ടി അല്ല ഞാനീ പറയുന്നത്. ഈ നമ്മളെ കൂട്ടിയവരുടെ വലിപ്പമാണ് പറയാൻ. ആ വലിപ്പത്തിൻ്റെ കഥയാണ് യേശു പറഞ്ഞ കഥ. 5 മണിക്ക് വന്നാളെ എന്ത് ചെയ്തു, ജോലിക്ക് കൊണ്ടുപോയി. ബിഗിനിങ് ഫ്രം 6 AM to 5 PM. ഇനി 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ. എന്നിട്ടോ ഈ 1 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ ഇത്ര വിവിധ യാമങ്ങളിൽ വന്നവർക്ക് കൂലി കൊടുക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചു, എല്ലാവർക്കും ഒരേ തന്നെ അറിയാൻ. യു ആർ ഗിവൺ ദ സെയിം വേജ്. എന്താ കൂലിയെന്ന് നമ്മൾ വിചാരിക്കുന്നത്? ഇപ്പം പോലും അതൊരു ഡിബേറ്റാണ്.